പെണ്ണുങ്ങൾക്ക് വീട്ടിൽ എന്ത് പീഡനം ഉണ്ടായാലും ഇപ്പൊ തന്നെ ആത്മഹത്യ ഒരു ജഡ്ജി തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത് പീഡനം ഉണ്ടായാലും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്ത് ഒരു FIR എഴുതാനുള്ള വ്യവസ്ഥ ഇന്നുണ്ടോ? അതിനെനിക്ക് ഉത്തരം തരണം. ഒരു നിയമമെങ്കിലും അവർക്ക് ഒരു FIR എഴുതാൻ ഉണ്ടോ? ഒരു പുരുഷനെയാണ് വീട്ടിലിട്ട് പീഡിപ്പിക്കുന്ന അങ്ങേയറ്റം പീഡനം. എൻ്റെ റിസർച്ച് ടോപ്പിക് തന്നെ ക്രൂവൽറ്റി എഗൻസ്റ്റ് ഹസ്ബൻഡ്സ് നീഡ് ഫോർ ജനറൽ ന്യൂട്രലോ. അപ്പോൾ അതിൽ ഞാൻ ഇന്ത്യ ഒട്ടുക്കെ പഠനം നടത്തിയതാണ്. ഇഷ്ടം പോലെ പുരുഷന്മാരാണ് അങ്ങേയറ്റം പീഡനം. ഒരു നിയമം പറഞ്ഞു തന്നെ പുരുഷന് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാൽ ഒരു FIR എഴുതാൻ ഒരു നിയമം ഉണ്ടോ? അപ്പൊ സ്ത്രീ മനുഷ്യനല്ലേ? അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പൊസിഷനിൽ നിൽക്കുന്ന പുരുഷന്മാരും ഉണ്ടെന്നേ. നിങ്ങളുടെ വേഷം മാറിയാൽ മാത്രമേ രാത്രി പോയി നിൽക്കുമ്പോ പ്രശ്നമുള്ളൂ. വെറുതെ ഒരു പുരുഷനായിട്ട് പോയി നിൽക്കുമ്പോ പ്രശ്നമില്ല. ഒരു സ്ത്രീ എന്ത് വേഷം ധരിച്ചു പോയി നിന്നാലും ചോദിക്കും. അതിനെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് മനസ്സിലാകാത്ത പ്രശ്നമാണ്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമത്തിന്റെ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് അതെന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിന് തന്നെയാണ്. അപ്പം പലരും അവരുടെ കാര്യസാധ്യത്തിനായിട്ട് കള്ള കേസുകളുമായിട്ട് വരും. ഇപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു 4600 കേസുകൾ വന്നതില് 4008 എണ്ണം വെറുതെ വിട്ടു, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരുന്നു പറയുന്നു. വെറുതെ വിടുന്ന മുഴുവൻ കേസുകളും ഫാൾസ് അല്ല. പല കാരണങ്ങളാൽ കേസുകൾ വെറുതെ വിടാം. കാരണം ഒന്നുകിൽ അതിൽ സാക്ഷികൾ കാണില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാക്ഷികൾ ഹോസ്റ്റൈൽ ആവാം, എവിഡൻസ് ഉണ്ടാവുകയില്ല, അന്വേഷണം വീക്കായിരിക്കാം, പാർട്ടികൾ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാം, കോംപ്രമൈസ് ആവാം. ഉള്ളതെല്ലാം മക്കിറ്റലിന്റെ കണക്കിലാണ് വരുന്നത്. ഒന്നും ഫാൾസ് അല്ല. അതായത് നമ്മൾ ഈ പോസ്കോ കേസിൽ വെറുതെ വിടുന്നതിന്റെ ഒരു പ്രധാന വിഷയം നേരത്തെ നിങ്ങളിൽ ആരോ പറഞ്ഞു വീടുകളിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. വീടുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഹോസ്റ്റൽ ആവാനായിട്ട്. അതാണ് പോക്സോ കേസിൽ പ്രതികളെ പ്രധാനമായും വെറുതെ വിടേണ്ടത്.